കണ്ണൂർ ഉള്ളിയിലെ ദുരഭിമാനക്കൊലയിൽ സഹോദരന്മാരും SDPI ഭീകരരുമായ പ്രതികൾക്ക് ജീവപര്യന്തം. കൊല്ലപ്പെട്ട ഖദീജയുടെ സഹോദരന്മാരായ ഇസ്മായിൽ, ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഖദീജയെ പ്രതികൾ കൊലപ്പെടുത്തിയത് രണ്ടാം വിവാഹം കഴിക്കുന്ന വിരോധത്തിൽ. ഈ കേസിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 28 വയസ്സായ ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ച് ഇഷ്ടപ്പെട്ട ഒരാളോട് കൂടെ പോയതിൻ്റെ വിരോധത്തിൽ സഹോദരന്മാർ തന്നെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവമാണ്. ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെട്ട ആളോട് കൂടെ പോയ സ്ഥലത്ത് നിന്നും പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയും ആ കംപ്ലയിൻ്റ് അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനം നൽകി അവരെ തിരിച്ച് വീട്ടിലെത്തിച്ച് കല്യാണം കഴിക്കാൻ വന്നയാളെയും ഈ സഹോദരിയെയും അവരുടെ വീട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ, സ്വന്തം ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ ഇവരൊക്കെ സാക്ഷികളായിരുന്നെങ്കിലും കേസിൻ്റെ വിചാരണ വേളയിൽ ഇവരൊക്കെ കൂറുമാറുകയായിരുന്നു. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, സഹോദരിയെ ദുരഭിമാനത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയ SDPI ഭീകരർ കൂടിയായ സഹോദരന്മാർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? കണ്ണൂർ ഉളിയിലെ ദുരഭിമാന കൊലക്കേസിലാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 1 ഇത്തരമൊരു നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രതികളും ഈ കൊല്ലപ്പെട്ട ഖദീജ എന്ന യുവതിയുടെ സഹോദരനും SDPI പ്രവർത്തകരുമായ 2 പേർക്കാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. KN ഇസ്മായിൽ, KN ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഈ ഉളിയിൽ സ്വദേശിയായ സ്വന്തം സഹോദരി ഖദീജ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിൽ ഉള്ള വിരോധം മൂലമാണ് ഇത്തരമൊരു കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ഇത്തരമൊരു ഉത്തരവിട്ടത്. ഖദീജ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. അത് ഒഴിവാക്കി മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നതിനെ തുടർന്നാണ് ഇത്തരം ദുരഭിമാന കൊല നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പിഴ അടച്ചില്ലെങ്കിൽ 2 വർഷവും 2 മാസവും ഈ പ്രതികൾ ശിക്ഷ അനുഭവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 പേർക്കും 60,000 രൂപ വീതമാണ് പിഴ ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ രൂപേഷ് കെ സംസാരിച്ചിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം ഇതൊരു സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേസാണ്. സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കേസാണ്. കാരണം സഹോദരി മറ്റൊരു വിവാഹം കഴിക്കുന്നതിലുള്ള വിരോധത്തെ അല്ലെങ്കിൽ ദുരഭിമാനം കൊണ്ട് സ്വന്തം സഹോദരിയെ തന്നെ കുത്തിക്കൊലപ്പെടുത്തുക എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസിലെ പ്രധാന സാക്ഷി തന്നെ കൂറുമാറിയതാണ്. ഈ യുവതിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ കേസിലെ പ്രതികളുടെ ബന്ധുക്കളടക്കം ഈ കേസിൽ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേസിലെ മറ്റൊരു സാക്ഷി നിർണായക മൊഴി നൽകിയതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഇപ്പോൾ ശിക്ഷയുടെ ഘട്ടത്തിലേക്ക് പോലും എത്തിയത്. അതായത് അന്നേ ദിവസം 2012 ഡിസംബറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അന്ന് തൻ്റെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ സഹോദരന്മാർ ഖദീജയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് ഈ ഖദീജ വിവാഹം കഴിക്കാനിരുന്ന കോഴിക്കോട് സ്വദേശിയായ ഷാഹുൽ ഹമീദിനെയും ആക്രമിച്ചു. ഖദീജയെ കൊലപ്പെടുത്തി കുത്തുകൊണ്ട ഷാഹുൽ ഹമീദ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അയാൾ പോകുന്ന വഴി ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനോട് തന്നെ ഇന്ന ആളുകൾ കുത്തിയെന്നും അവർ ഖദീജയെ കൊലപ്പെടുത്തിയെന്നും ഈ ഷാഹുൽ ഹമീദ് പറയുകയുണ്ടായി. ആ വ്യക്തി കൃത്യമായി കോടതിയിൽ മൊഴി നൽകി. ആ മൊഴി കൂടി വിലക്കെടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇത്തരമൊരു ശിക്ഷ വിധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, ഈ കേസിലെ പ്രധാന സാക്ഷി കൂടിയായി ഷാഹുൽ ഹമീദ് ഈ കേസിൻ്റെ വിചാരണ വേളയിൽ തന്നെ മൊഴി മാറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ ഖദീജ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് ഷാഹുൽ ഹമീദ്. അയാൾ തന്നെ ഈ കേസിൽ മൊഴി മാറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വ്യക്തിയുടെ മൊഴി മാത്രം പരിഗണിച്ചുകൊണ്ട് ഈ നിർണായക വിധി തലശ്ശേരി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ദേവിക. ശരി, അതോടൊപ്പം തന്നെ മിഥുൻ, ഈ ഒരു ഘട്ടത്തിൽ ബന്ധുക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? അത് നമ്മോട് അല്പസമയം മുമ്പ് ഈ പ്രോസിക്യൂട്ടർ സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് സാധാരണഗതിയിൽ ഇത്തരം ഈ ദുരഭിമാന കൊലക്കേസുകളിൽ ഈ ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും ബന്ധുക്കൾ തന്നെയാകും പ്രതികളായിട്ടുണ്ടാവുക. അത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഈ കൊലപാതകം നടന്ന് 2-3 മാസങ്ങളിൽ കഴിയുമ്പോൾ സ്വാഭാവികമായും ഇരയെ ഏവരും മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക.
അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഈ കേസിൽ വന്നുപെട്ടതെന്നും ഈ കേസിൽ ബന്ധുക്കളടക്കം പൂർണ്ണമായും മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം, അത് ഈ കേസിനെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ വലിയൊരു വെല്ലുവിളിയായി മാറിയ ഒരു കാര്യം കൂടിയായിരുന്നു. കാരണം ഈ പരാതിക്കാരനായ ഷാഹുൽ ഹമീദ് മൊഴി മാറ്റുന്നു, മാത്രമല്ല ഈ യുവതിയുടെ ബന്ധുക്കളും വീടിനടുത്തുള്ള ഇയാളുടെ ബന്ധുക്കളും ഒക്കെ തന്നെ മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യം. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോവുകയും അന്നത്തെ അന്വേഷണ സംഘം കൃത്യമായി ഈ കേസ് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഈ സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന ഒരു കേസാണ്. ഇത്തരത്തിൽ ദുരഭിമാന കൊല നടത്തുന്ന ആളുകൾക്ക് കൃത്യമായ താക്കീതായിക്കൊണ്ട് തന്നെയാണ് ഈ കേസിലെ വിധി അല്പം മുമ്പ് തലശ്ശേരി കോടതി പ്രഖ്യാപിച്ചത്. ദേവിക, കണ്ണൂർ ഉളിയിലെ ദുരഭിമാന കൊലയിൽ സഹോദരന്മാരും SDPI ഭീകരരുമായ പ്രതികൾക്ക് ജീവപര്യന്തം, കൊല്ലപ്പെട്ട ഖദീജയുടെ സഹോദരന്മാരായ ഇസ്മയിൽ, ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഖദീജയെ പ്രതികൾ കൊലപ്പെടുത്തിയത് രണ്ടാം വിവാഹം കഴിക്കുന്ന വിരോധത്തിലാണ്.